നമസ്കാരം. പ്രധാന വാർത്തകൾ. പേരാമ്പ്ര പഞ്ചായത്തിലെ നരിക്കിലപ്പുഴ നവീകരണ പ്രവർത്തനങ്ങൾ അവതാളത്തിൽ. എസ്റ്റിമേറ്റിന് അനുസൃതമല്ലാതെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നതെന്ന് നാട്ടുകാർ. കക്കയം ടൂറിസത്തിന് സാധ്യതയേറുന്നു. വൈദ്യുത നിലയത്തിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമായി. കൊയിലാണ്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊയിലാണ്ടിയിലും കുറവങ്ങാടും UDF ധർണ. വാർത്തകൾ വിശദമായി. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ നരിക്കിലപ്പുഴ സംരക്ഷിക്കുവാൻ ചെയ്തുവന്ന നവീകരണ പ്രവർത്തനങ്ങൾ നിലച്ചമട്ടിലായി. സ്വകാര്യ വ്യക്തികൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന വിധത്തിൽ പുഴയുടെ വീതി കുറയ്ക്കുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. പേരാമ്പ്ര പഞ്ചായത്തിലെ നരിക്കിലപ്പുഴ നശിച്ചു തീരുന്നു. പുഴയുടെ നവീകരണത്തിനായി 1 കോടി രൂപ എസ്റ്റിമേറ്റിൽ പ്രവൃത്തി തുടങ്ങിയെങ്കിലും പാതി വഴിയിൽ പ്രവർത്തനങ്ങൾ നിലച്ച മട്ടിലാണ്. എസ്റ്റിമേറ്റിന് വിരുദ്ധമായാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. സ്വകാര്യ വ്യക്തികൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന വിധത്തിൽ നിക്ഷിപ്ത സ്ഥലങ്ങളിൽ പുഴയുടെ വീതി കുറയ്ക്കുന്നതായും എസ്റ്റിമേറ്റ് വീതി എടുക്കുന്നില്ലെന്നുമാണ് പരാതി. ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഈ ജലാശയം ജില്ലാതല നീന്തൽക്കുളമാക്കി മാറ്റാനും നീന്തൽ താരങ്ങളെ പരിശീലിപ്പിക്കുവാനും കൂടിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 1 ഏക്കർ 14 സെന്റ് സ്ഥലത്തെ ഈ ജലാശയത്തെ ആശ്രയിച്ചാണ് ചേർമലക്കുന്നിലും കണ്ണോത്തുകുന്നിലുമായുള്ള 400ഓളം കുടുംബങ്ങൾ ജീവിക്കുന്നത്. പണ്ടുകാലത്ത് പുഴയോരത്തെ കൈതകൾ ഉപയോഗിച്ച് പായ്നെയ്ത്ത് ഉപജീവനം നടത്തിയവരും ധാരാളമാണ്. എന്തായാലും തീരുമാനിച്ച മാനദണ്ഡത്തിൽ കൃത്യമായി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കക്കയം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി വൈദ്യുത നിലയത്തിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമായി. ജലം സംഭരിക്കുന്നതിനുള്ള ടാങ്കിന്റെ നിർമ്മാണ പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. കക്കയം മിനി ജലവൈദ്യുത നിലയത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചു. 1.5 മെഗാവാട്ട് ശേഷിയുള്ള 2 ജനറേറ്ററുകളാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. 14 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. 2014 അവസാനത്തോടെ പണി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിലെ 100 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദന കേന്ദ്രത്തിൽ നിന്ന് ഉപയോഗിച്ച ശേഷം തള്ളുന്ന ജലം വീണ്ടും പ്രയോജനപ്പെടുത്തിയാണ് പുതിയ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനായുള്ള കൂറ്റൻ സംഭരണ ടാങ്കിന്റെ നിർമ്മാണ ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ 228.75 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. കൊയിലാണ്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ശാന്ത ടീച്ചർ ഇരട്ട ശമ്പളം വാങ്ങുന്നുവെന്നാരോപിച്ച് UDF നേതൃത്വത്തിൽ കൊയിലാണ്ടിയിലും കുറവങ്ങാടും ധർണ സംഘടിപ്പിച്ചു. ഇരട്ട വേതനം കൈപ്പറ്റുന്ന കൊയിലാണ്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ശാന്ത ടീച്ചർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊയിലാണ്ടിയിൽ സംഘടിപ്പിച്ച ധർണ കെ ഇബ്രാഹിം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മാടഞ്ചേരി സത്യനാഥൻ മുഖ്യ പ്രഭാഷണം നടത്തി. VP ഇബ്രാഹിം കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ മനോജ് പയറ്റുളപ്പിൽ സ്വാഗതവും MM ശ്രീധരൻ നന്ദിയും രേഖപ്പെടുത്തി. A കുഞ്ഞമ്മദ്, രത്നവലി ടീച്ചർ, A അസീസ്, C സുന്ദരൻ, TV ഇസ്മായിൽ, M അഷ്റഫ്, ചെറുവക്കാട്ട് രാമൻ, PV സതീശൻ, ME ബാബുരാജ്, KKV സമദ് എന്നിവർ സംസാരിച്ചു. കുറവങ്ങാട് നടന്ന ധർണ CP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. രജീഷ് വെങ്ങളത്തുകണ്ടി, VV സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭയിലെയും അതുപോലെ തന്നെ നമ്മുടെ ഭരണകൂടത്തെയും ഈ നഗരസഭയിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള പ്രവർത്തനവുമായിട്ടാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ കൊയിലാണ്ടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വിവിധ മേഖലകളിൽ ഇതുപോലുള്ള ധർണകൾ നടക്കുകയാണ്. നാം ഒരുപാട് സമര രംഗങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പ്രചരണ മേഖലകളിലൊക്കെ തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഒരുപാട് ഈ ഒരു സമയം കൊണ്ടൊന്നും ചിലപ്പോൾ നഗരസഭാ അധ്യക്ഷ ഒട്ടുമടക്കിയത് വരില്ല. കാരണം പാർട്ടിക്ക് ഒരു നയം, ചെയർപേഴ്സൺ മറ്റൊരു നയം, അതുപോലെ തന്നെ കേരളത്തിന് ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് ശാന്ത ടീച്ചറുടെ പാർട്ടി പെരിന്തൽമണ്ണയിലെ ചെയർപേഴ്സണോട് രാജിവെപ്പിക്കുകയും അവരെ കൈപ്പറ്റിയ ശമ്പളം തിരിച്ചടപ്പിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള പാർട്ടി കൊയിലാണ്ടിയിൽ മറ്റൊരു നയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. കൊയിലാണ്ടി നഗരസഭ നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് വിരുദ്ധ പ്രവർത്തനങ്ങൾ വിജയത്തിലേക്ക് നീങ്ങുന്നു. കേരളത്തിൽ പൂർണ്ണമായി പ്ലാസ്റ്റിക് ഒഴിവാക്കിയ നഗരസഭയായി കൊയിലാണ്ടി മാറുകയാണ്. ആവാസ ശുചിത്വം നവഹരിത ഭൂമിക്ക് വേണ്ടി എന്ന പദ്ധതിയുടെ ഭാഗമായി കൊയിലാണ്ടി നഗരസഭ നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് വിരുദ്ധ പ്രവർത്തനങ്ങൾ വിജയത്തിലേക്ക് നീങ്ങുന്നു. കേരളത്തിൽ പ്ലാസ്റ്റിക്
പൂർണ്ണമായി ഒഴിവാക്കിയ നഗരസഭയാണ് കൊയിലാണ്ടിയിലേതെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. 2 വർഷം മുമ്പ് 8 ടൺ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന നഗരസഭയ്ക്ക് പദ്ധതിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത് 2 ടൺ ആയി കുറയ്ക്കാൻ സാധിച്ചതായും നഗരസഭാ അധികൃതർ പറയുന്നു. കേരളത്തിലെ 45ഓളം നഗരസഭകളിലും 6 കോർപ്പറേഷനുകളിലും മാലിന്യ പ്രശ്നം വളരെ രൂക്ഷമായ ഈ കാലഘട്ടത്തിൽ അവിടെയൊക്കെ കേന്ദ്രീകൃത മാലിന്യ സംവിധാനം ഉള്ള സ്ഥലങ്ങളിലൊക്കെ ജനങ്ങളുടെ സമരവും മറ്റ് പ്രക്ഷോഭത്തിൻ്റെയും ഭാഗമായി ഈ മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള പ്രശ്നം നിലനിൽക്കുമ്പോൾ കൊയിലാണ്ടി നഗരസഭയിൽ കൊയിലാണ്ടി നഗരസഭയിൽ ഒരു കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സ്ഥലമുണ്ടായിരുന്നു. അതായത് വരകുന്ന് എന്നുള്ള സ്ഥലത്ത്. വരകുന്നിലും അവിടെ പല ജനങ്ങളെ എതിർപ്പ് മൂലം നമുക്കിപ്പോൾ വരകുന്നിലേക്ക് വേസ്റ്റ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ആ സാഹചര്യത്തിൽ നഗരസഭയിൽ വികേന്ദ്രീകൃത മാലിന്യ സംവിധാനത്തെക്കുറിച്ച് നഗരസഭ വളരെ ഗൗരവമായിട്ട് ആലോചിക്കുകയും അതിൻ്റെ തുടർച്ച ഒരു ഫസ്റ്റ് ഫേസ് എന്ന നിലക്ക് നമ്മളെ കഴിഞ്ഞ 2011 ഏപ്രിൽ മുതൽ പ്ലാസ്റ്റിക് നിരോധിക്കുകയും പ്ലാസ്റ്റിക്കിന്റെ ഒരു നിരോധനത്തിന്റെ ഭാഗമായിട്ട് വേസ്റ്റിന്റെ അളവ് ഏകദേശം 8 ടണ്ണോളം മാലിന്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് 2 ടൺ മാലിന്യമാണ് നമുക്കുള്ളത്. ഇതോടൊപ്പം മത്സ്യ മാലിന്യങ്ങൾ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്തെ ബയോഗ്യാസ് പ്ലാന്റിൽ സംസ്കരിക്കുന്നതായും അധികൃതർ അറിയിച്ചു. മാലിന്യങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് വേർതിരിച്ചു ജൈവ വസ്തുക്കൾ റീസൈക്ലിംഗിന് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. ചേഞ്ച് കൊയിലാണ്ടിയുടെ 2ാം ഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായി ഗ്രീൻ ബ്രിഗേഡ്, ഗ്രീൻ വളണ്ടിയർ എന്നിവയും പ്രവർത്തന സജ്ജമാകും. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയോടൊപ്പം കർഷകർക്ക് ജൈവവളം നൽകുന്ന പദ്ധതിയും നഗരസഭ നടപ്പിലാക്കി വരുന്നു. വളങ്ങൾ തെങ്ങിൻ തടത്തിലെത്തിച്ച് തടത്തിൽ നിറച്ച ശേഷം നഗരസഭാ തൊഴിലാളികൾ തന്നെ ഇത് മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം വളരെ കുറച്ചു വളം മാത്രമേ വിതരണം ചെയ്യാൻ കഴിയുന്നുള്ളൂവെന്നും ആവശ്യക്കാർ വളത്തിന് ദിനംപ്രതി വർദ്ധിച്ചു വരികയാണെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. മാലിന്യത്തെ അതിന്റെ ഉറവിടത്തിൽ വെച്ചു തന്നെ സംസ്കരിക്കുക എന്ന നിലപാടാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്നും പദ്ധതി മേൽനോട്ടം വഹിക്കുന്നവർ അറിയിച്ചു. അതാത് സ്ഥലത്തെ മാലിന്യം അതാത് സ്ഥലത്ത് സംസ്കരിക്കാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ വലിയ ബോധവൽക്കരണവും അതേപോലെ തന്നെ ഓരോ പ്രദേശത്തും ഇതിനാവശ്യമായ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ചേഞ്ച് കൊയിലാണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആവാസ ശുചിത്വം നവഹരിത ഭൂമിക്ക് ജനജാഗ്രത എന്നാണ് ഞങ്ങളതിന് മുദ്രാവാക്യം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ 1ാം ഘട്ട പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ 2ാം ഘട്ട പ്രവർത്തനത്തിലേക്ക് നീങ്ങുകയാണ്. 1ാം ഘട്ട പ്രവർത്തനം എന്നുള്ള നിലയിൽ വലിയ തോതിൽ പ്രചരണ പ്രവർത്തനവും വീടുകളിലെത്തിക്കുന്ന നോട്ടീസുകളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി. ഇനി 2ാം ഘട്ടം എന്നുള്ള നിലയിൽ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രീൻ വളണ്ടിയർമാരും സ്കൂളിലെ കുട്ടികളെ വെച്ചുകൊണ്ട് ഹരിതവൃന്ദം പരിപാടിയും അതേപോലെ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഗ്രീൻ ബ്രിഗേഡും അതേപോലെ ഇതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി പ്രവർത്തനങ്ങളുമൊക്കെ വലിയ വിപുലമായ തോതിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് കൊയിലാണ്ടി നഗരസഭ. നേരത്തെ 8 ലോഡ് മാലിന്യങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് അത് 2 ലോഡ് മാലിന്യമാക്കി നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ ഈ കഴിഞ്ഞ 2010 ഏപ്രിൽ മാസത്തിൽ കൊയിലാണ്ടി നഗരസഭയിൽ പൂർണ്ണമായും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കച്ചവടക്കാരുടെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി അവരുൾപ്പെടെ പറഞ്ഞുകൊണ്ട് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ മുഴുവനായും ഒഴിവാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അത് സത്യത്തിൽ പ്ലാസ്റ്റിക്കിന്റെ വലിയ ഒരു അളവിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടിക്കൊണ്ടിടുന്ന ഒരു പ്രവണതയിൽ നിന്ന് വലിയ തോതിൽ മാറ്റം വന്നു. തുണിക്കടകളിൽ ഉൾപ്പെടെ നല്ല മനോഹരമായ തുണിയുടെ കവറുകളുമൊക്കെ കൊടുക്കാൻ കൊയിലാണ്ടിയിലെ കച്ചവടക്കാർ തയ്യാറായി എന്നുള്ളത് തന്നെ കൊയിലാണ്ടി മറ്റ് മുനിസിപ്പാലിറ്റികൾക്ക് ഒരു മാതൃക കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് ജൈവ മാലിന്യമാണ്. ജൈവ മാലിന്യം ഒരു മാലിന്യം അല്ല എന്ന് ഞങ്ങൾ തെളിയിക്കുകയാണ്. ഇനിയൊരു ഇടവേള. ബന്ധങ്ങൾ എന്നും നിലനിൽക്കും. ഇഷാന ഗോൾഡ്, കോഴിക്കോട്, ബാലുശ്ശേരി, നാദാപുരം. കാൽനൂറ്റാണ്ടായി ജനവിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് സ്വർണ്ണാഭരണ വിപണന രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച സവിത ജ്വല്ലറി. 916 സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ കർശനമായ മേൽനോട്ടത്തിൽ ഈടുറപ്പോടുകൂടി വിവിധ മോഡലുകളും ഡിസൈനിലും ഇഷ്ടത്തിനൊത്ത സെലക്ഷനോടുകൂടി നിർമ്മിച്ചു നൽകുന്ന മേപ്പയ്യൂരിന്റെ ആദ്യത്തെ സ്വർണ്ണാഭരണശാല സവിത ജ്വല്ലറി, മേപ്പയ്യൂർ.
ഫോൺ 0496-267-6243. വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പീഡനത്തിനിരയായി മരണപ്പെട്ട വിദ്യാർത്ഥിനിയുടെ വേർപാടിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു. കൊയിലാണ്ടി ആശുപത്രിയിൽ സ്കൂൾ PTA നിർമ്മിച്ച അമ്മയും കുഞ്ഞും പ്രതിമയ്ക്ക് മുന്നിൽ സ്നേഹദീപ സമർപ്പണവും നടത്തി. കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പീഡിപ്പിക്കപ്പെട്ട് മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ വേർപാടിൽ പ്രതിഷേധിച്ച് ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു. സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് സ്കൂൾ PTA നിർമ്മിച്ച അമ്മയും കുഞ്ഞും പ്രതിമയ്ക്ക് മുന്നിൽ സ്നേഹദീപ സമർപ്പണം നടത്തി. ആശുപത്രി RMO ഡോക്ടർ സതീഷ് ആദ്യ ദീപം തെളിയിച്ചു. ജാഗ്രതാ സമിതി കൺവീനർ S. സ്മിത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശശി മാസ്റ്റർ വിശദീകരണം നടത്തി. സാന്ദ്ര, ധന്യ എന്നിവർ സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കാളികളായിരുന്നു. സ്ത്രീക്കും ഒരു കുട്ടികൾക്കും ഒരു പെൺകുട്ടിക്കും ഇങ്ങനെയുള്ളൊരു അക്രമം, ഇങ്ങനെയുള്ള ഒരു സംഭവം, ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഇങ്ങനെയുള്ളൊരു അക്രമം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അതിനെതിരായിട്ട് നമ്മൾ ശബ്ദിക്കും. സ്ത്രീ ഇനിയും അപമാനിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടെ ഈ കൊയിലാണ്ടി ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികൾ നടത്തിയിരിക്കുന്ന ഈ മൗനജാഥ ഇത് ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. നിങ്ങളെ എല്ലാവരുടെയും ഭാവിയിൽ ഇങ്ങനെയുള്ളൊരു അക്രമം നമുക്ക് അനുവദിക്കാൻ ഇവിടെ പറ്റുകയില്ല. അത് നമ്മൾ എതിർത്ത് തോൽപ്പിക്കും. ഇനി ഇങ്ങനെയൊരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം നമ്മളെല്ലാവരും ഒരു പ്രതിജ്ഞ ഈ അവസരത്തിൽ എടുക്കണം. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മുടെ നാട്ടിലൊരു സ്ഥാനവും നമ്മൾ നൽകാൻ പാടില്ല. ഇങ്ങനെയുള്ളവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം. അങ്ങനെയുള്ളവരെ കണ്ട് തിരിച്ചറിഞ്ഞ് അവരെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. പേരാമ്പ്ര പഞ്ചായത്ത് 2ാം വാർഡിലെ കൈപ്രം കോളനിയുടെ ശോച്യാവസ്ഥ കോളനി നിവാസികളെ ദുരിതത്തിലാക്കുന്നു. കുടിവെള്ള വിതരണം പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ആളുകൾ ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. പേരാമ്പ്ര പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെട്ട കൈപ്രം കോളനിയുടെ ശോച്യാവസ്ഥകൾ കോളനി നിവാസികളുടെ ജീവിതം ദുരിതകരമാക്കുന്നു. 40 വർഷത്തിൽ പരം പഴക്കമുള്ള വീടുകൾ കാലപ്പഴക്കം കൊണ്ട് തകർന്നു വീഴാൻ പാകത്തിൽ എത്തി നിൽക്കുന്നതും വീടുകളുടെ മേൽക്കൂര തകർന്നതുമെല്ലാം ഈ ജീവിതത്തിന് വൻ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. കുടിവെള്ള പദ്ധതി കോളനിയിൽ ക്രമീകരിച്ചിരുന്നെങ്കിലും വല്ലപ്പോഴും മാത്രമേ ഇതിൽ കുടിവെള്ളം വിതരണം നടക്കാറുള്ളൂ എന്നും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. പൈപ്പിൽ മാസത്തിലൊരിക്കലാ വെള്ളം വരിക. പൈപ്പ് പൊട്ടിയെന്ന് പറഞ്ഞ ഒരു അടട്ടേക്കിന് മാസത്തിൽ ഇന്നലെ ഒരു ദിവസം വന്നിട്ട് വെള്ളം, ഇന്ന് അതും ഇല്ല. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വൃത്തിഹീനമായ സാഹചര്യമാണ് ഉള്ളതെന്നും ജനങ്ങൾ പറയുന്നു. ഇവർക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഉടമസ്ഥ ഭൂമിക്ക് പട്ടയം ലഭിക്കാത്തതാണെന്ന് കോളനിയിലെ താമസക്കാർ പറയുന്നു. മുൻകാലത്ത് പണിത ഇരട്ട വീടുകളാണ് ഇവിടെയുള്ളത്. ഇത്തരം വീടുകൾ വേർപെടുത്തി പ്രത്യേകം വീടുകൾ നിർമ്മിക്കുമെന്ന് കഴിഞ്ഞ ഭരണകാലത്ത് റവന്യൂ വകുപ്പ് മന്ത്രി പ്രസ്താവിച്ചെങ്കിലും അതും അവിടെ നടപ്പിലായില്ല. കോളനിയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാൻ ഏറെ ദൂരം യാത്ര ചെയ്യണമെന്നതും ശ്രദ്ധേയമാണ്. അധികാരത്തിലേറാൻ വോട്ടുകൾ വേണ്ടതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ ഇലക്ഷൻ കാലത്ത് ഇവിടെ കറങ്ങിത്തിരിയുമെങ്കിലും വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ഇവരെ കാണാറില്ലെന്നും കോളനിയിലെ ആളുകൾ പറയുന്നു. കുടുംബക്കാരൻ്റെ കൂടെ ഉള്ള ഒരു കക്കൂസ് നിങ്ങൾ കണ്ടിക്കില്ല, ഞങ്ങൾ പോയിക്കില്ലേ? ആ കക്കൂസിനൊക്കെ വേണ്ടിയിട്ട് എത്രയോ പോയി. ഞങ്ങൾക്ക് ഇതൊരു പൈപ്പ് ഇട്ടിട്ടുണ്ട് ഇവിടെ. ആ പൈപ്പ് ഇട്ടിച്ച് ആ പൈപ്പിലിട്ട് വെള്ളം വരുത്തുമില്ല. എല്ലാ ലക്ഷം വീടിനും പൊരേന്റെ മിറ്റത്ത് പൈപ്പുണ്ട്. ഈ പേരാമ്പ്ര പഞ്ചായത്ത് കരിങ്ങാറ്റി ലക്ഷം വീട്ടിലെ പറ്റി പേരാമ്പ്ര പഞ്ചായത്ത് ഒന്നും ചിന്തിക്കില്ല. ഓരോട് പറഞ്ഞാൽ ഓർക്ക് അന്നേരം നമ്മൾ ചെന്ന് പറയുന്ന നേരം എന്തോ ഒരു ഇത് വോട്ടിന് വേണ്ടിയിട്ട് നല്ല ഉഷാറായി എല്ലാവരും വരും. എല്ലാ പാർട്ടിക്കാരും വരും. അല്ലാത്തൊരു പാർട്ടിക്കാര് ലക്ഷം വീടിന് വേണ്ടി ചിന്തിക്കലുമില്ല, പറയലുമില്ല. മണലിന് അപേക്ഷ നൽകിയവർ പെർമിറ്റ് വെട്ടിക്കുറച്ചെന്നാരോപിച്ച് നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഉപരോധിച്ചു. ചൊവ്വാഴ്ച നടക്കേണ്ടിയിരുന്ന ടോക്കൺ വിതരണം നടക്കാതിരുന്നതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത്. തുടർന്ന് ബാലുശ്ശേരി പോലീസ് എത്തി അധികാരികളുമായി സംസാരിച്ചതിനെ തുടർന്ന് ടോക്കൺ വിതരണം വ്യാഴാഴ്ച നടക്കുമെന്ന് ഉറപ്പു നൽകിയതോടെ ഗുണഭോക്താക്കൾ പിരിഞ്ഞുപോയി. ബ്രാഹ്മണർ പൂജാതി കാര്യങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്നും നായർ സമുദായാംഗങ്ങളെ പൂജാരികളാക്കുമെന്നുമുള്ള NSS സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രസ്താവന പ്രതിഷേധാർഹമാണെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി സംസ്ഥാന സെക്രട്ടറി PK പുരുഷോത്തമൻ അഭിപ്രായപ്പെട്ടു.
ജാതിരഹിത സമൂഹം, മതനിരപേക്ഷ കേരളം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന യൂത്ത് മാർച്ചിന്റെ പ്രചരണ ജാഥ കൊല്ലം നോർത്ത് മേഖല കമ്മിറ്റി ജനുവരി 6 നടത്തും. 17-ാം മൈലിൽ ജാഥ ടി.കെ. രാജേഷ് ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം കെ.കെ. ഹനീഫ ഉദ്ഘാടനം ചെയ്യും. എ.പി. സുധീഷ് ജാഥയ്ക്ക് നേതൃത്വം വഹിക്കും. സിപിഐഎം കൊയിലാണ്ടി ഏരിയ കമ്മിറ്റി അംഗം എൻ.വി. ബാലകൃഷ്ണൻ സംസാരിക്കും. പേരാമ്പ്ര എ.യു.പി. സ്കൂളിലെ 1995-2001 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ സംഗമം ഞായറാഴ്ച 10 മണിക്ക് എ.യു.പി. സ്കൂളിൽ നടക്കും. നടുവണ്ണൂർ കല്ലിടുക്കിൽ ജുമാ മസ്ജിദ് നിർമ്മാണ പ്രചരണത്തിനായി സ്ഥാപിച്ച ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ. മന്തങ്കാവ്, പള്ളിത്താഴെ, എ.സി. മുക്ക്, നീർപ്പാലം എന്നിവിടങ്ങളിൽ വെച്ച പരസ്യ ബോർഡുകളാണ് നശിപ്പിക്കപ്പെട്ടത്. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച സംയോജിത നീർത്തട പരിപാലന പരിപാടി ബുധനാഴ്ച പുരുഷൻ കടലുണ്ടി എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ.കെ. മണി അധ്യക്ഷനായിരുന്നു. കിനാലൂർ ഏഴുകണ്ടിയിൽ വെച്ചായിരുന്നു പരിപാടി. പ്രദേശത്തെ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശവുമായി ബാലുശ്ശേരി ബ്ലോക്ക് പുതിയ സംരക്ഷണ പദ്ധതിക്ക് തുടക്കമിട്ടു. നീർത്തട പരിപാലന പദ്ധതി എന്നു പേരിട്ടിരിക്കുന്ന പദ്ധതി പുരുഷൻ കടലുണ്ടി എം.എൽ.എ. ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയൊക്കെ കൈപിടിച്ച് ഉയർത്താമെന്ന് ആഗ്രഹിച്ചാലും അതിനു വേണ്ട കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ അതിന് വിഘടിത രൂപമുണ്ടാവുകയും ചർച്ച വരികയും അങ്ങനെ നല്ല ചിന്തകളെ വേട്ടയാടുകയും ചെയ്യുന്ന അധിനിവേശ സംസ്കാരത്തിലാണ്, അതിന്റെ പിടിയിലാണ് നമ്മളെല്ലാം. മണ്ണ്, ജലം, അതുപോലെ ജൈവ സമ്പത്ത് എന്നിവ സംരക്ഷിക്കണമെന്ന് നമ്മുടെ കാരണവന്മാർ, പൂർവ്വസൂരികൾ പെർത്തും നമ്മൾ കുട്ടിക്കാലത്ത് മുതലേ പറയുന്നതാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യണം. പക്ഷെ അതൊന്നും നമ്മൾ വേണ്ടത്ര ഗൗരവത്തിലെടുത്തില്ല. തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാൻ നിലവിൽ നിയമമുണ്ടെങ്കിലും ദുർബലമായ രീതിയിലാണ് നടപ്പാവുന്നതെന്ന് എം.എൽ.എ. പറഞ്ഞു. നീർത്തട സംരക്ഷണത്തിനായുള്ള ബോധവൽക്കരണം നൽകുക, തുടർ പ്രവർത്തനങ്ങൾ നടത്തുക എന്നിവയാണ് ഇതിന്റെ ഭാഗമായി പ്രധാനമായി നടക്കുക. ഇതിനായി പ്രത്യേക വളണ്ടിയർമാരെ നിയമിക്കും. ഉണ്ണികുളം, കൂരാച്ചുണ്ട്, നടുവണ്ണൂർ, കായണ്ണ, ബാലുശ്ശേരി എന്നീ 5 പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പൂഴി വാരുന്നതും മലകൾ ഇടിച്ചു നിരത്തുന്നതും അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും നീർത്തടങ്ങളെ സംരക്ഷിച്ചില്ലെങ്കിൽ വൈകാതെ കുടിവെള്ളത്തിന് പെട്രോളിനേക്കാൾ വില നൽകേണ്ടി വരുമെന്നും എല്ലാറ്റിനും നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും പുരുഷൻ കടലുണ്ടി പറഞ്ഞു. എം.കെ. മണി, ഇസ്മായിൽ കുറുമ്പയിൽ, ബാലകൃഷ്ണൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ഡൽഹിയിൽ പെൺകുട്ടി മരിച്ച സംഭവത്തിൽ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ ബാലുശ്ശേരി ടൌണിൽ ധർണ നടത്തി. ധർണാ സമരം സാംസ്കാരിക വേദി പ്രവർത്തക പി.കെ. ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര കൈരളി BSS VTCയുടെ 16ാം വാർഷികാഘോഷം നടത്തി. പിന്നണി ഗായകൻ VT മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ബാലചന്ദ്രൻ പാറച്ചോട്ടിൽ, NN നല്ലൂർ, TM കൃഷ്ണൻ, അനൂപ് എന്നിവർ സംസാരിച്ചു. ബാലുശ്ശേരിയിൽ നടക്കുന്ന റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഉദ്ഘാടനം ബാലുശ്ശേരി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. പുരുഷൻ കടലുണ്ടി MLA വാരാചരണം ഉദ്ഘാടനം ചെയ്തു. റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പിന്റെയും ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ബാലുശ്ശേരിയിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ബുധനാഴ്ച ബാലുശ്ശേരി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. ലൈസൻസ് കൊടുക്കുന്ന കാര്യത്തിൽ വളരെ ജാഗ്രത. ഇപ്പൊ തന്നെ ആധാർ തുടങ്ങിയ പുതിയ സംവിധാനങ്ങൾ വരുന്ന പോലെ വളരെ പ്രധാനമാണ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട ആധികാരിക ഒരു സംഗതി. പിന്നെ മദ്യപാനത്തെ കുറിച്ച് പറഞ്ഞു. മദ്യപാനം എങ്ങനെയൊക്കെയാണ് ഇവർ അത് ശ്രദ്ധിക്കാതെ എനിക്കറിയില്ല. മദ്യപാനം വരുന്നതോടുകൂടി തന്നെ മദ്യപിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഭാര്യമാരുണ്ടാവും. വടകര RTO SN നാരായണൻ പൊറ്റി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM സരോജിനി, ബാലുശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ VR അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊയിലാണ്ടി RTO MK രാജീവൻ സ്വാഗതവും CPM ഷെരീഫ് നന്ദിയും പറഞ്ഞു. വടകര മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ AK, സനൽകുമാർ എന്നിവർ ക്ലാസുകൾ നയിച്ചു. SSF കൊയിലാണ്ടി ഡിവിഷന്റെ പ്രതിനിധി സമ്മേളനവും റാലിയും പയ്യോളിയിൽ നടന്നു. അബ്ദുൽ ഹക്കീം കപ്പാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അസ്ലം സഖാഫി അധ്യക്ഷനായിരുന്നു. അബ്ദുൽ കലാം മാവൂർ, അബ്ദുൽ മജീദ് അരിയല്ലൂർ, അലഫി സഖാഫി എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. ഒരു ഇടവേള കൂടി.
ആത്മാർത്ഥ ബന്ധങ്ങൾ എന്നും നിലനിൽക്കും. ഇഷാന ഗോൾഡ്, കോഴിക്കോട്, ബാലുശ്ശേരി, നാദാപുരം. സ്വരങ്ങൾ പെയ്യും ദിനാമി Kalyan Sari Smart Singer, a musical reality show. കല്യാൺ സാരി സ്മാർട്ട് സിംഗർ വിജയികൾക്ക് ലഭിക്കുന്നു ഒന്നാം സമ്മാനമായി സ്മാർട്ട് ഹോംസ് പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് നൽകുന്ന 25 ലക്ഷം രൂപ വില വരുന്ന അപ്പാർട്ട്മെന്റ്. രണ്ടാം സമ്മാനമായി KVR ഡ്രീം വെഹിക്കിൾസ് നൽകുന്ന 5 ലക്ഷം രൂപ വില വരുന്ന കാർ. മൂന്നാം സമ്മാനമായി സ്കൈ ഗോൾഡ് നൽകുന്ന 2.5 ലക്ഷം രൂപ വില വരുന്ന സ്വർണം. വാർത്തകൾ തുടരുന്നു. ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ 14ാം വാർഷികാഘോഷം ജനുവരി 4 മുതൽ 6 വരെ നടക്കും. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീർ ഉദ്ഘാടനം നിർവഹിക്കും. K ദാസൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും. ഘോഷയാത്ര, കലാമത്സരങ്ങൾ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടക്കും. തിരുവങ്ങൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിച്ച ലബോറട്ടറിയുടെ ഉദ്ഘാടനം ജനുവരി 5-ന് K ദാസൻ MLA നിർവഹിക്കും. ലബോറട്ടറിയോടൊപ്പമുള്ള റാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല നിർവഹിക്കും. പരിപാടിയിൽ പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രഹാസൻ അധ്യക്ഷത വഹിക്കും. കൊയിലാണ്ടി സാംസ്കാരിക നിലയം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂ ഇയർ ആഘോഷ പരിപാടികൾ സജീവമാവുന്നു. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വിവിധ കലാപരിപാടികൾ നടന്നു. ദീർഘദൂര ട്രെയിനുകൾക്ക് കൊയിലാണ്ടി പയ്യോളി റെയിൽവേ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ റെയിൽവേ മന്ത്രി പവൻകുമാർ ബൻസിലിന് നിവേദനം നൽകി. പൊയിൽക്കാവ് ദുർഗാദേവി ക്ഷേത്ര താലപ്പൊലി മഹോത്സവത്തിന്റെ ഫണ്ട് ഉദ്ഘാടനവും സംഭാവന സമർപ്പണവും ഈ മാസം 6-ന് ഞായറാഴ്ച കാലത്ത് ക്ഷേത്രസന്നിധിയിൽ നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. അനധികൃതമായി കടത്തിക്കൊണ്ടുപോകുമ്പോൾ റവന്യൂ അധികാരികൾ പിടിച്ചെടുത്ത മണൽ താലൂക്ക് ഓഫീസ് പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് ഓഫീസിലെത്തുന്നവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു. മാസങ്ങളായി മണലും ഇതോടൊപ്പം പിടിച്ചെടുത്ത വാഹനങ്ങളും ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാത്തത് കാരണം താലൂക്ക് ഓഫീസ് മുറ്റത്ത് വെറുതെ കിടക്കുകയാണ്. കൊയിലാണ്ടി താലൂക്കിലെ മണൽ മാഫിയ ശക്തമാണെങ്കിലും അധികൃതരുടെ നടപടികൾ ശക്തമല്ലെന്ന ആക്ഷേപം പരക്കെ വ്യാപിക്കുന്നു.
കഴിഞ്ഞ ഇടതു ഭരണകാലത്ത് മണൽ മാഫിയയ്ക്കെതിരെ ശക്തമായ നിലപാടുകളെടുക്കാൻ റവന്യൂ വകുപ്പിന്റെ കീഴിൽ നിലനിന്നിരുന്ന മണൽ മാഫിയ വിരുദ്ധ സ്ക്വാഡിനെ നിശ്ചലമാക്കി നിർത്തി പിരിച്ചുവിട്ടതാണ് മണൽ മാഫിയയ്ക്ക് വളരാൻ അവസരമൊരുക്കിയത്. നേരത്തെ ഡെപ്യൂട്ടി തഹസിൽദാരുടെ നേതൃത്വത്തിൽ നിലനിന്നിരുന്ന സ്ക്വാഡിന്റെ പ്രവർത്തന ഫലമായി അനധികൃത മണൽ പിടിച്ചെടുക്കുകയും ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഇവ ലേലത്തിൽ വിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് UDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ സ്ക്വാഡ് നിർത്തലാക്കുകയും മണൽ റെയ്ഡുകൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമുള്ളതായി മാറുകയുമായിരുന്നു. മണൽ പിടിച്ചെടുക്കാൻ അക്കാലത്ത് രാത്രിയിൽ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥ സംഘത്തെ വിവിധ സ്ഥലങ്ങളിൽ അപായപ്പെടുത്താൻ ശ്രമമുണ്ടായെങ്കിലും അക്കാലത്തും അധികൃതർ മെല്ലെ പോക്ക് നയമാണ് പിന്തുടർന്നത്. അണേല, പെരുവട്ടൂർ, പയ്യോളി എന്നീ സ്ഥലങ്ങളിൽ അന്ന് മണൽ റെയ്ഡിനെത്തിയ സംഘത്തെ മണൽ മാഫിയകൾ ആക്രമിച്ചിരുന്നു. അതേ സ്ക്വാഡ് പ്രവർത്തനം ഇന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിൽ മാഫിയകൾക്ക് വളരാൻ കഴിയുമായിരുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. കുറുവങ്ങാട് താഴെവളപ്പിൽ പരിസരവാസികൾ 1 മീറ്ററോളം നീളം വരുന്ന കടന്നൽക്കൂട് കണ്ടെത്തി. താഴെവളപ്പിൽ പറമ്പിലെ തെങ്ങിൻ മുകളിലായാണ് കടന്നൽക്കൂട് കണ്ടെത്തിയത്. ജീനിയസ് ബോയ്സ് എളാട്ടേരിയുടെ 1ാം വാർഷികാഘോഷം ബുധനാഴ്ച നടന്നു. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പേരാമ്പ്ര പഞ്ചായത്തിലെ നരിക്കിലപ്പുഴ നവീകരണ പ്രവർത്തനങ്ങൾ അവതാളത്തിൽ. എസ്റ്റിമേറ്റിന് അനുസൃതമല്ലാതെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നതെന്ന് നാട്ടുകാർ. കക്കയം ടൂറിസത്തിന് സാധ്യതയേറുന്നു. വൈദ്യുത നിലയത്തിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമായി. കൊയിലാണ്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊയിലാണ്ടിയിലും കുറുവങ്ങാടും UDF ധർണ. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.